എല്ലാം കൊണ്ടും ഒരു മുങ്ങി മരണം. ഒരു കാര്യം ഒഴിച്ചാൽ. ഡോക്ടർ പറയുന്നത് മയക്കുമരുന്നിന്റെ ഹെവി ഡോസ്, അതും സാധാരണ പ്രചാരത്തിലില്ലാത്ത ഒരു തരം ഡ്രഗ്. എന്ന് വെച്ചാൽ സ്കോപ്പിലോമൈൻ. ഒരു തരം സൈക്കിഡലിക് ഡ്രഗാണിത്. അവനൊരു ഹാബിച്വൽ അഡിക്റ്റ് ആയിരുന്നു ഡോക്ടർ. ട്രേസസിന്റെ ക്വാണ്ടം വെച്ച് നോക്കുമ്പോൾ അതെ, ഒരു 3 വർഷമായിട്ടെങ്കിലും അയാൾ ഈ ഡ്രഗ് കഴിക്കുന്നുണ്ടായിരിക്കണം. പക്ഷേ നമുക്കത് സ്ഥിരീകരിക്കാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് ഡ്രഗ് കഴിപ്പിച്ചതായിക്കൂടെ ഡോക്ടർ? എന്ന് എനിക്കെങ്ങനെ പറയാനാവും? ദാറ്റ്സ് യുവർ ജോബ് ടു പ്രൂവ്. ജയകുമാറിന്റെ ഫാമിലി ബോംബെയിൽ എവിടെയാ? ഈസ്റ്റ് അന്തേരിയിലാണ്. ഞങ്ങൾക്ക് സ്വന്തമായി ഫ്ലാറ്റ് ഉണ്ട്. ഓ ഐ സി. പിന്നെ ജയനന്തിനാ കൊച്ചി വന്നത്? അതെന്തൊരു ചോദ്യാ മോഹൻ. ഞാനും മോഹനെ പോലെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ. അപ്പൊ പിന്നെ എങ്ങനെ ഇവിടെ എത്തി എന്ന് പ്രത്യേകിച്ച് പറയണോ? ഐ ഗോട്ട് ട്രാൻസ്ഫർ എന്നത് ശരി, പക്ഷേ അത് ജയൻ നിർബന്ധപൂർവ്വം കൊച്ചിക്ക് ചോദിച്ചു വാങ്ങിയതല്ലേ? അതെന്തിനാന്നാ ചോദിച്ചത്? കുറച്ചുനാള് ബോംബെ വിട്ടിരിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം കാണുമല്ലോ. മോഹൻ എന്നെ ചോദ്യം ചെയ്യാണല്ലേ? ഓക്കെ, കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയത് തികച്ച ഔദ്യോഗികമാണ്. ഞാൻ എൻ്റെ ബോസുമായിട്ട് നിടഞ്ഞു. അതോ ജയന്റെ മകൻ കിഷോറുമായിട്ടാണോ? വാട്ട് ഡു യു മീൻ? കിഷോർ മയക്കുമരുന്നിന് അടിമയായിരുന്നു. ഓട്ടോപ്സി റിപ്പോർട്ടിൽ അതിന്റെ സൂചനയുണ്ട്. ഏതാണ്ട് 3 വർഷമായി കിഷോർ തുടരുകയായിരുന്നു. അതിന്റെ പേരിൽ നിങ്ങൾ വഴക്ക് കൂടുമായിരുന്നു. അതുകൊണ്ടാണ് ജയൻ കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയത്. അതല്ലേ സത്യം? മോഹൻ ഭ്രാന്ത് പറയാതെ. എൻ്റെ മോൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ ഞാനെന്തിനാ അവനുമായിട്ട് വഴക്ക് കൂടുന്നത്? പിന്നെ എനിക്ക് കസ്റ്റംസ് കളക്ടറുമായിട്ട് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്താ? ജയൻ ഒന്നോർക്കണം, ഏതൊരച്ഛനും തന്റെ മകൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു എന്ന് പറയാൻ ഇഷ്ടമുണ്ടാവില്ല. സ്വാഭാവികമാണത്. പക്ഷെ അതോടൊപ്പം തന്നെ എന്തൊക്കെയോ മറയ്ക്കാൻ ജയൻ ശ്രമിക്കുകയാണ്. ജയന്റെ മുഖത്ത് നോക്കിയാൽ അതറിയാം. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. എന്നോട് സഹകരിക്കണം. മരിച്ചുപോയ തന്റെ മകന് വേണ്ടിയെങ്കിലും. ഞങ്ങൾ എത്താതെ വണ്ടി നിർത്തണ്ട സർ. ഡിഐജിയുടെ ഓർഡറാണ്. Can you hear me? Can you hear? സാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? അതും ഡിഐജിയുടെ ഉത്തരവ് അവഗണിച്ച്. ഒരിക്കൽ ചെക്ക്ഔട്ട് ചെയ്ത വണ്ടി പിടികൂടി റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് എന്ത് ക്രെഡിറ്റ് കിട്ടാനാ? അത് വണ്ടി കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിന് ശേഷമേ നിങ്ങൾക്ക് മനസ്സിലാകൂ. സാർ, സാർ സംശയിച്ച രീതിയിൽ ഇവിടെ ഒന്നും തന്നെ കാണുന്നില്ല സാർ. വെറും സംശയത്തിന്റെ പിൻബലത്തിൽ എടുത്തിയാടി ഓരോ കാര്യങ്ങൾ ചെയ്യരുതെന്ന് സാറിന് അറിയാവുന്നതല്ലേ? ഇനിയിപ്പോ ഞാനെന്ത് സമാധാനം പറയും?
അവര് വല്ലതും പറയുവോ? അവര് പറയില്ല. പ്രശ്നം ആ പോലീസ് ഓഫീസറാണ്. തുറക്കണമെന്നാണോ നീ പറയുന്നത്? നോ, ആവശ്യമായ കാരണങ്ങളില്ലാതെ ഒരാളെ കൊല്ലരുത്. അതൊരു പോലീസ് ഓഫീസറെ. അതിനുള്ള സമയമായിട്ടില്ല. പക്ഷേ നർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ സ്റ്റേറ്റ് പോലീസിന് കൺട്രോളൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുജനം കാണുന്നത് അവർ നമ്മുടെ കീഴിലുള്ള വേറൊരു പ്രത്യേക വിങ്ങാണെന്നാണ്. പത്രങ്ങളും അങ്ങനെ ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ഉദ്യോഗസ്ഥൻ കാണിക്കുന്ന അക്രമത്തിന്റെ അഡ്വേഴ്സ് എഫക്ട് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റായി തീർന്നിരിക്കുകയാണ് സർ. ഇതിനൊക്കെ പുറമെ ആരുടെ വേഷവിധാനവും മുടിയും ഭാവവും ഒന്നും തന്നെ ഇവിടുത്തെ മാന്യനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് യോജിച്ചതല്ല. ബോംബെയിലും ഡൽഹിയിലും ഒക്കെ നടക്കുമായിരിക്കും. അതിന് വേറൊരു ആസ്പെക്ട് ഉണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്ന് എന്ന വാക്ക് തന്നെ വെറുപ്പുളവാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് മയക്കുമരുന്ന് പിടിക്കുന്നതിൽ വിജയിക്കുന്ന ആരെയും അവരെങ്ങനെയുള്ളവരായാലും ജനം അംഗീകരിക്കും, ഇഷ്ടപ്പെടും. അതെ സാർ, ഈയിടെ പത്രത്തിൽ വന്ന വാർത്ത കണ്ടില്ലേ? ബ്രൗൺ ഷുഗറിന് അടിമപ്പെട്ട് സ്വന്തം അച്ഛനെയും അമ്മയും കൊന്ന ആ കൊട്ടാരക്കര പയ്യന്റെ കാര്യം. അത് തന്നെ എടുക്കാം. ആ കണക്കിന് ഈ ഓഫീസർ അക്രമിയാണെന്ന് ആരും പറയില്ല. ഇവിടെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ടോണി എന്ന ഈ ഓഫീസർ ജനങ്ങളുടെ മുമ്പിൽ ഒരു പരിധിവരെ ഒരു ഹീറോ ആയിരിക്കുകയാണ്. പത്രങ്ങൾ ഇത്രയും കുത്തിപ്പൊക്കിയിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് നിശബ്ദമായിരിക്കുന്നതിന്റെ കാര്യം തന്നെ അതാണ്. പബ്ലിക് സപ്പോർട്ടുള്ള ഒരു ഓഫീസറെ അവരും പരോക്ഷമായി സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം ഈ ഓഫീസറുടെ മാനസികാവസ്ഥയാണ്. ഹീസ് എക്സെൻട്രിക്. അത് വാസ്തവമാണ്. ഈ രണ്ട് കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ പറയാം. അവസാനം ഞങ്ങൾ എത്തിയത് ഈ ഒരു തീരുമാനത്തിലാണ്. തന്റെ കൂടെ ടോണിയെ ടീം ചെയ്യിക്കുക. സാർ എന്താ ഈ പറയുന്നത്? ഹീസ് എ ഡേഞ്ചറസ് മാനിയർ. ഇന്നല്ലെങ്കിൽ നാളെ ചാവണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഭ്രാന്തനാണ് പയ്യൻ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? സ്വയം ചത്തോട്ടെന്ന് കരുതണോ? യാതൊരു ബോധവും ഇല്ലാതെ അതും ഇതും ചെയ്യുന്ന ആ പയ്യനെ ഏറ്റെടുത്ത് ഞാൻ എന്ത് ചെയ്യാനാ? മോഹനെ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ. എനിക്കേ സാറേ ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാ. വേണ്ടാത്ത പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് തലയിടാൻ എന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ട് പറയുക, എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക്. അല്ല സാറൊന്നും വിചാരിക്കരുത്. എൻ്റെ പ്രായവും ടെമ്പറമെൻറ്റും വെച്ച് നോക്കുമ്പോൾ ഇവനുമായിട്ട് ഞാൻ യോജിക്കില്ല. അത് ഷുവറാണ്. എന്തെങ്കിലും പറഞ്ഞ് തെറ്റേണ്ടി വരും. അപ്പം എൻ്റെ നേരെ തോക്കി കൊണ്ടാനോ മടിക്കില്ല. പ്ലീസ് സാർ, എന്നെ ഇതിന്ന് ഫ്രീ ആക്കണം. നോ, ഇതെന്റെ മാത്രം തീരുമാനമല്ല. ഐ ആം ഹെൽപ്ലെസ് മിസ്റ്റർ മോഹൻ. ഓക്കെ സാർ. ശരി. പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി ഏൽപ്പിക്കാമനെ. എന്താണ് നോക്കുന്നത്? വലിയ താമസമില്ലാതെ നിന്റെ കൂട്ടാളികൾ പലരെയും ഞാനങ്ങ് എത്തിക്കുന്നുണ്ട്. കൊണ്ടുപോ. ഞാൻ കണ്ടോളാം.